ഹായ്, ഞാൻ അർഷ. സീനിയർ ജില്ലാ ക്ലാസ്സസിലെ റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. 2024 എൻ്റെ നീറ്റ് സ്കോർ 684 ആണ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. കൊല്ലങ്കോട് ചിന്മയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. 12th വരെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരു സീനിയർ വഴിയാണ് ഞാൻ സീനിയർ ജില്ലാ ക്ലാസ്സസ് അറിയുന്നത്. അങ്ങനെ ഞാനിവിടെ ആദ്യമായിട്ട് ക്രാഷിന് വന്നു. ആൻഡ് സിനിമസിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടായത്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തതിൽ നിന്ന് ഇന്നത്തെ ഈ നീറ്റ് സ്കോർ വരെ എത്തിയത് സീനിയർ ജില്ലാ ടീമിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും അവരുടേതായ സ്റ്റഡി പ്ലാൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് വേണ്ടത്. അത് നമുക്ക് സ്കൂളിൽ ആവശ്യം വരില്ല, പക്ഷേ എൻട്രൻസിന് അത് ആവശ്യമാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരിക്കലും സ്ലീപ്പും ഹെൽത്തും കോംപ്രമൈസ് ചെയ്യരുത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കും ഇടയ്ക്ക് അങ്ങനെ ചില പ്രശ്നം ഉണ്ടായി. സോ സ്ലീപ്പ് ഒരിക്കലും സ്കിപ്പ് ആവാതെ നോക്കുക. ആൻഡ് ഹെൽത്തി ഫുഡ്സ് കഴിക്കുക. ആൻഡ് സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് നന്നായി വായിക്കുക. ബയോളജിയൊക്കെ മാക്സിമം എടുത്തു പോകുമ്പോൾ തന്നെ പഠിക്കുക, ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിരുന്നു. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫിസിക്സ് നല്ലോണം ക്വസ്റ്റ്യൻസ് ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സ് ഒരിക്കലും പെൻഡിങ് വെക്കരുത്. അപ്പോൾ ക്ലിയർ ചെയ്ത് പോവുക, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ടൈമും മാനേജ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കെമിസ്ട്രിയിൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഒന്നും ടെക്സ്റ്റ് വായിക്കാൻ വിടരുത്. ബയോളജി ആണെങ്കിലും ലൈൻ ബൈ ലൈൻ സമ്മറി ഉൾപ്പെടെ വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നീറ്റിനെ സംബന്ധിച്ച് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ലക്ഷ്യം. അത് സാധിക്കുന്നത് എക്സാം എഴുതിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും എക്സാമിനോട് നോ പറയരുത്. പറ്റുന്ന അത്ര എക്സാം എഴുതുക, അതിലൂടെ തന്നെ എല്ലാം ശരിയാവും. പഠിച്ചത് മറന്നിട്ടില്ല എന്ന കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ റിവിഷൻ വേണം. ഇവിടുത്തെ റിവിഷൻ പ്ലാൻസ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ പോർഷൻസ് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യാൻ ഒത്തിരി സമയം കിട്ടി. 50+ മോക്ക് എക്സാംസും ക്യുമുലേറ്റീവ് അതുപോലെ യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ ഒത്തിരി ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും എക്സാംസ് എഴുതുമ്പോൾ തന്നെ നീറ്റിൽ നമുക്ക് കിട്ടുന്ന സ്കോർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സിനിമസ് എപ്പോഴും ഞങ്ങളോട് പറയാറുള്ളതാണ്, എനിക്കും പറയാനുള്ളത്, നമ്മൾ പഠിച്ചതൊന്നും എവിടെയും പോയില്ല. അപ്പോൾ എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.